ഫ്ലിപ്സ് ഓൺ സഫാരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സഫാരി, നിങ്ങൾ എൻ്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ്. സഫാരിയുടെ സഫർ ഇപ്പോൾ എത്തി നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കുറച്ച് അങ്ങോട്ട് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുമ്പോൾ ഇന്ത്യൻ കോഫി ഹൗസ് കാണാം. ആ ഇന്ത്യൻ കോഫി ഹൗസിലെ ഒരു ചായയും അതുപോലെ വെജിറ്റബിൾ കട്ട്ലറ്റുമാണ് ഇപ്പോൾ സഫാരി ആഹരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും അപാര ടേസ്റ്റാണ് ഇത്, ഈ വെജിറ്റബിൾ കട്ട്ലറ്റ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതി. അല്ലാതെ ഇതൊരു പ്രമോഷനോ കാര്യങ്ങളൊന്നുമല്ല. 2 കട്ട്ലറ്റ്, അതിൻ്റെ സോസുണ്ട്. ചായക്ക് 11 രൂപ, കട്ട്ലറ്റ് 15 അത്ര. താല്പര്യമുള്ള ആളുകളൊക്കെ ഒന്ന് വന്നത് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. ഇന്ത്യൻ കോഫി ഹൗസിൽ എന്നൊരു ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, ഫ്ലിപ്സ് ഓൺ സഫാരി. ഇവിടെ ബാംഗ്ലൂർ സഫറിൻ്റെ മിഡിൽ പോയിൻ്റ് ആണ്. കണ്ണൂർ എയർപോർട്ടിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. ഇങ്ങനെയാണ് എയർപോർട്ടിലെ ദൃശ്യങ്ങൾ, രാവിലത്തെ ദൃശ്യങ്ങളാണിത്. ഏകദേശം സുബൈ ടൈം 5 മണി കഴിഞ്ഞു. രാവിലെ 5:40 5:50 ടൈമാണിപ്പോൾ. നമുക്ക് ഫ്ലൈറ്റ് വരുന്നത് 7:30 ആയിട്ടാണ്. അപ്പോൾ നമ്മൾ പ്രയർ ഹാൾ അന്വേഷിച്ചപ്പോൾ ഇവിടെയാണ് പ്രയർ ഹാൾ കണ്ടത്. ദിസ് പ്രയർ ഹാൾ ഫർണിഷ്ഡ് ബൈ MA യൂസുഫ് അലി. നമ്മൾ പ്രയറിന് വേണ്ടി പോവുകയാണ്. വളരെ തിരക്ക് കുറഞ്ഞൊരു എയർപോർട്ടാണ് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇതാണ് പ്രയർ ഹാള്. ചെറിയൊരു പ്രയർ ഹാളാണ്. പിന്നെ ലൈറ്റുകളൊക്കെ സെൻസേർഡ് ലൈറ്റാണ് കേട്ടോ. നമ്മൾ വരുമ്പോൾ ഓട്ടോമാറ്റിക് ഓൺ ആവും, നമ്മൾ പോകുമ്പോൾ ഓട്ടോമാറ്റിക് ഓഫ് ആവും. ചെറിയൊരു മെഹ്റാബ്. അതുപോലെ അപ്പുറത്ത് ലേഡീസിനുണ്ട്. കണ്ണൂർ എയർപോർട്ടിലെ ടോയ്ലറ്റാണ്. കണ്ണൂർ എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ള ബീൻസ്ബർഗ്. അപ്പോൾ ഇവിടെ നിന്നാണ് സഫാരി ഒരു ചായ കുടിച്ചത്. 120 രൂപയാണ്. ഒരു മസാല ചായ ആയിരുന്നു കുടിച്ചത്. വെള്ളമൊക്കെ 295 കോസ്റ്റ കോഫിയിൽ. എസ്കലേറ്റർ സംവിധാനമുണ്ട്. സഫാരി അത് ഉപയോഗിക്കുകയാണ്. നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത് 7 AL. ഇവിടെ കാണാൻ സമോവർ. പിന്നെ ഇവിടെ എയർപോർട്ടിൽ ലൗഞ്ച് ഉണ്ട്, പേൾ ലൗഞ്ച്. ഇവിടെ നമ്മുടെ ATM കാർഡ് പ്ലാറ്റിനം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 രൂപക്ക് മീൽസും ലഞ്ചെല്ലാം കിട്ടും. ഞാൻ എൻ്റെ കാർഡ് കൊടുത്ത, പക്ഷേ അത് റൂപേ പ്ലാറ്റിനം അല്ല, പേൾ ലൗഞ്ച്. കണ്ണൂർ എയർപോർട്ടിൻ്റെ ഉള്ളിലാണിത്.
എൻട്രൻസ്. അപ്പോൾ സഫാരിയുടെ എയ്റോപ്ലെയിൻ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുകയാണ്. ടേക്ക് ഓഫ് ചെയ്യുന്ന രംഗങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ ഒരു ഗാർഡ് പ്രത്യേക ഫ്ലാഗ് ഉയർത്തിയിട്ടുണ്ട്. എനിക്ക് മിഡിൽ സീറ്റാണ് കിട്ടിയിട്ടുള്ളത്. ഇതായിരുന്നു കിട്ടിയിട്ടുള്ളത്, പക്ഷേ ഇതിൽ ആളില്ല. വിൻഡോ സീറ്റിൽ 12B ആണ് എൻ്റെ ടിക്കറ്റ്. 12A അതുകൊണ്ട് ആളില്ലാത്തതുകൊണ്ട് 12A. सूर्य उदित एयर होस्टेस അവരുടെ കമൻറ്റുകൾ നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട്. Dear guests, may we have your attention please? We will now demonstrate the safety features of this aircraft. Your safety is our utmost concern, and as the safety features may differ from other aircraft, we ask you to direct your full attention to the cabin crew in front of you. यह आपकी सीट बेल्ट है. सीट बेल्ट बांधने के लिए इस मेटल टिप को बगल में डालें और बत्ती खींचकर इसे कस लीजिए. बेल्ट खोलने के लिए फ्लैप उठाइए और दोनों छोरों को अलग कर दीजिए. यदि इस प्रकार का ऑक्सीजन मास्क आपकी कुर्सी के ऊपर लेकर पैनल से बाहर आए तो इसे तुरंत अपनी ओर खींचिए और इस तरह से नाक और मुंह तक कर सामान्य ढंग से सांस लेते रहें. दूसरों के सहायता जी मुनाफ में अगले आराम से अपनी सीसीटी कर ली, सिग्नल बांध दी, टेलीविजन को बंद कर दिया. बार कर दिए साफ सत्य करेंगे क्रिकेट रेगुलर रखें. कृपया लैपटॉप और को बंद कर दीजिएगा. Take us very fatigue of requesting all the passengers to please keep your seat back upright. Will pass and pull back the cleanable. Please stay self blinds for the clearance and view. It also requested to stop using your laptop, smartphone, system. Thank you. മഞ്ഞക്കെട്ട് പോലെ കാണാം. नमस्कार. सीट बेल्ट बांधने का संकेत अब बंद कर दिया गया है. आपकी सुरक्षा को ध्यान में रखते हुए आपसे निवेदन है कि आप अपनी सीट बेल्ट को बांधे रखें. अब आप अपने इलेक्ट्रॉनिक उपकरणों का उपयोग कर सकते हैं. याद रहे मोबाइल फोन का उपयोग केवल एयरबैग
अब हम अपना मूल्यवान अतिथियों को ऑनलाइन टिकट बुक कराते समय अपना पसंदीदा भोजन प्रयोग നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാണ്. ലാൻഡ് ചെയ്യുന്ന കാഴ്ചകളാണ് ഇനി കാണുന്നത്. തിരിച്ചായി നിൽക്കുന്നതൊക്കെ ബിൽഡിങ്ങുകളാണ്. ഇപ്പോൾ കാണാം നേരെ മേഘങ്ങൾ മാത്രമാണുള്ളത്. മേഘങ്ങളുടെ നേരെ മുകളിൽ കൂടെയാണ് പോകുന്നത്. അതല്ലാതെ താഴത്ത് വേറൊന്നും കാണുന്നില്ല. മഞ്ഞല്ലാതെ വേറൊരു സാധനം കാണും. ഇപ്പൊ മേഘത്തിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നും കാണുന്നില്ല. ഇതാണ് ആ പഞ്ഞുകട്ട പോലെയുള്ള മഞ്ഞ്. ലാൻഡിങ് ബാംഗ്ലൂരിലെത്തിയപ്പോൾ ഒരു മണിക്കൂർ 10 മിനിറ്റോളമാണ്. ബാംഗ്ലൂർ കാമ്പഗൗഡാണ്. നല്ല സൗകര്യമുള്ള ഒരു എയർപോർട്ടാണ്. നല്ല വീതി വിസ്താരം, അതുപോലെ വിശാലമായ സ്ഥലം. സ്വന്തമായി ഓടിക്കുക. അതുപോലെ നോടി സ്പീഡ് കൂടാൻ എസ്കലേറ്റർ. ദുബായിലാണ് അങ്ങനെയുള്ള സൗകര്യങ്ങൾ വേണ്ടിയത്. ഇപ്പോൾ നമ്മുടെ ബാംഗ്ലൂരിലും എത്തി. ആകാശ് എയർലൈൻ ഉണ്ട് കേട്ടോ. അവിടെ ആകാശ് ഫ്ലൈറ്റിൻ്റെ ഇൻഫർമേഷൻ. UK-ക്കും അമേരിക്കക്കൊക്കെ അവിടെ നിന്ന് ഉണ്ട്. കാമ്പഗൗഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടോയ്ലറ്റ് മോഡലാണ്. ഹുക്ക് ലെറ്റ് മിക്സ് ഓപ്പൺ സ്വിച്ച്.
ഇവിടെ നമ്മുടെ ബാഗേജിൻ്റെ റീക്ലെയിം. എക്സിറ്റ് ഇതിലൂടെ. കാമ്പകോട വിമാനത്താവളത്തിൻ്റെ മെയിൻ എൻട്രി, നമ്മുടെ എക്സിറ്റ്. വലിയൊരു ക്രിസ്മസ് ട്രീ. പിന്നെ ഇവിടെ കർണാടക ബസ് വരുന്നതാണ്, നമ്മളതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ബാംഗ്ലൂരിലെ റോയൽ മീനാക്ഷി മാളിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടുത്തെ ഏതാനും കാഴ്ചകൾ, ട്രെൻഡ്സ്, VIP ലൗഞ്ച്. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇവിടെ വെച്ച ക്രിസ്മസ് ട്രീ കാണാം. കുറച്ചൊക്കെ തിരക്കുണ്ട്. മാക്സ്, മക്ഡൊണാൾഡ്, KFC. Siente Monte Carlo. ഇവിടെ നോക്കുകയാണെങ്കിൽ ഹോം സ്റ്റോപ്പ് സഫാരി. ഇതാണ് നമ്മുടെ സ്വന്തം സഫാരി. ഹോം സ്റ്റോപ്പ് സെയിൽ 50%. 15,900 രൂപക്ക് 32,200 രൂപയുടെ സെറ്റ്. Buy one get two free. Lens card. Mila. Corlia. Switch. Silver shiny. Street food combo undo. Street food
മീനാക്ഷി മാളിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. അവിടെ ഒരു നക്ഷത്രം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കാനർകട്ട മൃഗശാല സൂ എത്തുന്നതിൻ്റെ മുമ്പുള്ള അമ്പാടി ഗോശാലയാണ്. അപ്പം അതിൻ്റെ വീഡിയോ അത് ആ ഗോശാല കണ്ടപ്പോൾ ഒന്ന് കയറി വീഡിയോ എടുത്തു. കാളയാണ് ശക്തത കണ്ടത്, പക്ഷെ പശുവാണ്. എന്നിട്ട് ഇത് എക്സിറ്റ് നല്ല തിരക്കാണ്, ക്യൂ ആണ്. സൂ ടിക്കറ്റ് ബാംഗ്ലൂരത്തെ പ്രാതലാണത്, ഭാഗത്തു നിന്നാണ് അതിൻ്റെ പേര്. ബാംഗ്ലൂർ ദർശനയുടെ ടിക്കറ്റാണ് 400 രൂപയാണ്. പിന്നെ 20 രൂപ GST ഉണ്ട്. Say Pela ISKCON Mandir. We are now going to first ISKCON temple. Then Gavi Gangashwar temple, K Vishwar temple. ये बढ़िया मंदिर है. Actually 17 December 17 धनुर्मास शुरू हुआ, इसलिए हर ईश्वर मंदिर विद इन 11 o'clock बंद हो जाता है. इसलिए अब तुरंत ISKCON मंदिर देख के वापस आ जाना. Actually हमारा प्रोग्राम है ISKCON मंदिर के बाद नेशनल गैलरी ऑफ मॉडर्न आर्ट, उसके बाद विधानसभा, कर्नाटक असेंबली हॉल, विकास सौदा, कर्नाटक हाईकोर्ट देख के टिपू पैलेस ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ हो जाता है. इसलिए ISKCON मंदिर देख के सीधा गवी गंगाश्वर मंदिर. ബാംഗ്ലൂർ ദർശനിലെ ഫസ്റ്റ് സൈറ്റാണിത്. ശ്രീ രാധാകൃഷ്ണ ടെമ്പിൾ. അതിലേക്കാണ് എൻട്രി ചെയ്യുന്നത്. ഹരിനാം ദ്വാര. ഇവിടെ ഒരു ട്രാപ്പ് ഉണ്ട്. ട്രാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെരുപ്പായിട്ട് കയറാൻ പാടില്ല. ചെരുപ്പായിട്ട് കയറി കഴിഞ്ഞാൽ ചെരുപ്പ് അവിടെ അഴിച്ചു വെക്കുന്നിടത്ത് 5 രൂപയാണ്. ചെരുപ്പില്ലാതെ ഇപ്പോൾ സഫാരി നടക്കുന്നത്. ഇവിടെ സെൽഫി കോർണർ, ചിലർക്ക് സെൽഫി എടുക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണനും ഹരേ നാമാനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഉള്ളിൽ ഫോട്ടോ എടുക്കാൻ പാടില്ല. ബാംഗ്ലൂരിലെ ഫ്ലാറ്റ് സൗധങ്ങളാണ് ഈ കാണുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള അയാളുടെ വാക്യത്തിൽ ഒരു നന്ദിന്റെ മൂർത്തി ഉണ്ടാക്കി പൂജ പുരസ്കാരമൊക്കെ ചെയ്തതിനു ശേഷം പിന്നെ അവർക്ക് നല്ല വളർച്ച വളരാൻ ശുരുവായി. ഇതൊക്കെ സെറ്റി ആയി പോയി. വ്യവസായമാരുടെ വയലും സ്ഥലമൊക്കെ വെച്ചിട്ട് സിറ്റിന്റെ പുറത്ത് പോയി സെറ്റിൽ ആയിരിക്കുന്നത്. അവർ ഇപ്പൊ കൂടി അതേ വളർച്ച ഉണ്ടാക്കുന്നുണ്ട്. കടലക്ക ഈ 50 വർഷത്തിന് ഒരു ദിവസവും കടലക്കായുടെ ചന്ത സെലിബ്രേറ്റ് ചെയ്യും. അപ്പൊ വ്യവസായമാരെ വളർത്തുന്ന കടലക്കാങ്ങൾ കൊണ്ടുവന്ന് ഈ 50 പൂജ ആക്കിയത് ഇവിടെ വെട്ടിക്കൊള്ളും. അങ്ങനെ ചെയ്യുന്നത് അവർക്ക് അപ്പുറമായ നമ്പിക്ക എന്നാണ് പറഞ്ഞാൽ എല്ലാ കൊല്ലമും എവിടെയെങ്കിലും അവർ കടലക്കാക്കൾ വളർച്ച ഉണ്ടാക്കിയെങ്കിലും അവർക്ക് നല്ല വളർച്ച കിട്ടുമെന്ന് വിചാരിച്ചാൽ കടലക്കായുടെ ചന്ത ഇവിടെ സെലിബ്രേറ്റ് ചെയ്യും. അത് കാർത്തിക മാസത്ത് കടിച്ച് തിങ്ങളുടെ കടലക്കായുടെ ചന്ത ഉണ്ടാവും. അതാണ് നന്ദിന്റെ അമ്പലം.